കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. പൊതുമേഖലാ സ്ഥാപനങ്ങളെ കരുത്തുറ്റതാക്കി മാറ്റുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. അഴിമതിയില്ലാതെയും ലാഭകരമായും പൊതുമേഖലയെ നയിക്കുവാൻ കഴിഞ്ഞ 5 വർഷത്തിനിടെ സർക്കാരിന് സാധിച്ചതായും മന്ത്രി പറഞ്ഞു. അത്താണി സ്റ്റീൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഫോർജിംഗ്സ് ലിമിറ്റഡിന്റെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊതുമേഖല ശക്തിപ്പെടുത്തി മത്സരക്ഷമമാക്കി ലാഭകരമാക്കുക, ഇതാണ് കഴിഞ്ഞ 5 വർഷമായി ശ്രമിച്ചുകൊണ്ടിരുന്നത്. BPT അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ നിരവധി പുതിയ ഓർഡറുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കുറേ കൂടി വിപുലപ്പെടാൻ കഴിയട്ടെ. ഒരു 200 കോടി ഇതിലേക്ക് എത്തിക്കണം. അടുത്തൊരു വിഷൻ 2031 എന്നുള്ളത് നമ്മൾ 200 കോടിയെ കണ്ടേക്കണം. 200 കോടിയാണ്. 2031 ഈ സ്ഥാപനം 200 കോടിയിലേക്ക് ലാഭമുള്ള സ്ഥാപനമായി മാറാൻ കഴിയണം. അതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മുടെ 2031 വ്യവസായ മേഖല വിഷൻ പൊതുവെ എല്ലാ മേഖലയിലും ചർച്ച ചെയ്ത് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ജീവനക്കാരുടെ ഓഫീസേഴ്സിൻ്റെയാണ് ശമ്പള പരിഷ്കരണം. അത് ഇന്ന് PEB കൂടുന്നുണ്ട്. ഇന്നത്തോടുകൂടി ക്ലിയർ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. SIFLന്റെ വികസന കുതിപ്പിൽ പുതിയൊരു നാഴികക്കല്ല് കൂടി. 2.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 7600 ചതുരശ്ര അടി വിസ്തീർണമുള്ള കോർപ്പറേറ്റ് ഓഫീസ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. നിലവിൽ 76 കോടി രൂപ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും 90 കോടി ലാഭത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2031 സംസ്ഥാനത്തെ 200 കോടി ലാഭമുള്ള വൻകിട യൂണിറ്റായി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സേവ്യർ ചിറ്റലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ K രാധാകൃഷ്ണൻ MP മുഖ്യ അതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, വടക്കാഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ, SIFL ചെയർമാൻ അഡ്വക്കേറ്റ് ഷെരീഫ് മരക്കാർ, MD P സുരേഷ്, സീൽ ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ, അജിത് കുമാർ K, PK മൻസൂർ, UK വാസു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.